എല്ലാ പ്രിയപ്പെട്ടവർക്കും ഭാഗ്യരേഖ ചാനലിലേക്ക് ഹാർദമായ സ്വാഗതം. ഞാൻ ഹാരിസ്. ന്യൂമറോളജി പ്രകാരം നിങ്ങളുടെ ജന്മതീയതിക്ക് അനുയോജ്യമായ തൊഴിൽ മേഖലകളും ബിസിനസ്സും ഏതൊക്കെയാണെന്ന് നോക്കുന്ന 9 ദിവസത്തെ പ്രത്യേക പരമ്പരയിലെ 7ാമത്തെ എപ്പിസോഡാണ് ഞാനിന്നിവിടെ അവതരിപ്പിക്കുന്നത്. ഏതൊരു മാസത്തിലും 7, 16, 25 തീയതികളിൽ ജനിച്ച, അതായത് ഭാഗ്യസംഖ്യ 7 ആയി വരുന്നവരുടെ കരിയറിനെ കുറിച്ചാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. അതീവ ചിന്താശേഷിയുള്ള, ആത്മീയ കാര്യങ്ങളിൽ വലിയ താല്പര്യമുള്ള 7ാം നമ്പറുകാർക്ക് പറ്റിയ ബിസിനസ്സുകൾ ഏതൊക്കെയാണ്, അവർ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം, അതിനെക്കുറിച്ച് നമുക്കൊന്ന് നോക്കാം. 7ൻ്റെ സവിശേഷതകളും ബിസിനസ് വിജയവും. സുഹൃത്തുക്കളെ, സംഖ്യാശാസ്ത്രത്തിൽ 7ാം നമ്പറിനെ നയിക്കുന്നത് ആത്മീയതയുടെയും ജ്ഞാനത്തിൻ്റെയും ഒപ്പം തന്നെ ആഴത്തിലുള്ള വിശകലനത്തിൻ്റെയും പ്രതീകമായ കേതുവാണ്. അതുകൊണ്ട് തന്നെ 7ാം സംഖ്യയിൽ ജനിച്ചവർ കാര്യങ്ങളെ വളരെ ആഴത്തിൽ പഠിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ്. മറ്റുള്ളവരുടെ മനസ്സിലിരിപ്പ് പെട്ടെന്ന് തിരിച്ചറിയാൻ ഇവർക്കൊരു പ്രത്യേക കഴിവ് തന്നെയുണ്ട്. അതുപോലെ തന്നെ പണത്തേക്കാൾ ഇവർ അധിക പ്രാധാന്യം നൽകുന്നത് അറിവിനും സമാധാനത്തിനുമാണ്. 7ാം നമ്പറുകാർക്ക് ഭാഗ്യം തരുന്ന തൊഴിൽ അല്ലെങ്കിൽ ബിസിനസ് മേഖലകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. 1. ഗവേഷണവും ആഴത്തിലുള്ള പഠനങ്ങളും. സയൻറ്റിസ്റ്റുകൾ, ഡാറ്റ അനലിസ്റ്റുകൾ, ഇൻവെസ്റ്റിഗേറ്റർമാർ, കൗൺസിലർമാർ എന്നീ നിലകളിൽ ഇവർക്ക് വലിയ വിജയം നേടാം. 2. ആത്മീയതയും ഹീലിങ്ങും. യോഗ സെൻറ്ററുകൾ, ആസ്ട്രോളജി അല്ലെങ്കിൽ ന്യൂമറോളജി കൺസൾട്ടൻഷൻസുകൾ, ആയുർവേദ സംബന്ധമായ ബിസിനസ്സുകൾ, മെഡിസിൻ മേഖല എന്നിവ 7ാം നമ്പറുകാർക്ക് വലിയ പേരും പ്രശസ്തിയും നൽകും. 3. എഴുത്തും കൺസൾട്ടൻസിയും. പുസ്തകങ്ങൾ എഴുതുക, ഫിലോസഫി അധ്യാപനം അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് മികച്ച ബിസിനസ് ആശയങ്ങൾ ഉപദേശിച്ചു കൊടുക്കുന്ന കൺസൾട്ടൻസി സ്ഥാപനങ്ങൾ എന്നിവയും ഇവർക്ക് വളരെ മികച്ചതാണ്. പുതിയ ബിസിനസ്സിലേക്ക് കടക്കുമ്പോൾ ഇവർ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടതെന്ന് നമുക്ക് നോക്കാം. 7ാം നമ്പറുകാർ ഒരു പുതിയ ബിസിനസ്സിലേക്ക് കടക്കുമ്പോൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് പണമിടപാടുകളിലെ അവരുടെ അശ്രദ്ധയാണ്. ലാഭത്തേക്കാൾ കൂടുതൽ ചിന്തകൾക്ക് പ്രാധാന്യം നൽകുന്നതുകൊണ്ട് ബിസിനസ്സിൽ സാമ്പത്തിക നഷ്ടങ്ങൾ ഉണ്ടായേക്കാം. അതുകൊണ്ട് ഫിനാൻഷ്യൽ കാര്യങ്ങൾ നോക്കാൻ വിശ്വസ്തനായ ഒരാളെ കൂടെ കൂട്ടുന്നത് നന്നായിരിക്കും. അതുപോലെ നിങ്ങൾ ഒറ്റയ്ക്ക് ഇരിക്കാൻ ഇഷ്ടപ്പെടുന്നവരായതുകൊണ്ട് ബിസിനസ്സിലെ പാർട്ട്ണർഷിപ്പുകൾ അത്ര എളുപ്പത്തിൽ നിങ്ങൾക്ക് ഒത്തുപോകാൻ കഴിയുന്നു വരില്ല. അതുകൊണ്ട് തന്നെ സ്വന്തം തീരുമാനത്തിൽ ചെയ്യാൻ പറ്റുന്ന ബിസിനസ്സുകളാണ് നിങ്ങൾക്ക് കൂടുതൽ അനുയോജ്യം. അപ്പോൾ 7ാം നമ്പറിൽ ജനിച്ച സുഹൃത്തുക്കൾ എല്ലാവരും ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളുടെ സ്വഭാവമായി ഒത്തുപോകുന്നുണ്ടോ എന്ന് താഴെ കമൻറ്റ് ചെയ്യുമല്ലോ. നാളെ നമ്മൾ നോക്കാൻ പോകുന്നത് 8ാം സംഖ്യയിൽ, അതായത് 8, 17, 26 തീയതികളിൽ ജനിച്ചവരുടെ ഭാഗ്യ ജോലികളെക്കുറിച്ചുള്ള 8ാമത്തെ എപ്പിസോഡാണ്. ശനിയുടെ സ്വാധീനമുള്ള ആ നമ്പറുകാർക്ക് കഠിനാധ്വാനത്തിലൂടെ വലിയ വിജയമാണ് ശാസ്ത്രം പറയുന്നത്. അത് കാണാനായി നമ്മുടെ ഭാഗ്യരേഖ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ ഇന്നത്തെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നാളെ നമുക്ക് ഒരു പുതിയ വീഡിയോയുമായി വരാം. അതുവരെ നന്ദി, നമസ്കാരം.